ഇപ്പോഴിതാ നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഈ ഫ്ലോട്ടില്ല എന്ന് പറയുന്ന ഒരു ചാരിറ്റി ബോട്ട് അവിടെ എത്തിയിട്ടുണ്ട് ഗസയിൽ. ഈ ഗസയിൽ ആ ഫ്ലോട്ടില്ല എത്തിയപ്പോൾ ഫ്ലോട്ടില്ല തടഞ്ഞു നിർത്തി ഇസ്രായേൽ. അങ്ങോട്ടേക്ക് ആദ്യം വരരുതെന്ന് പറഞ്ഞു. ഈ ബോട്ടുകളുടെ ഒരു കൂട്ടമാണ് ഈ ഫ്ലോട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നത്. അങ്ങോട്ടേക്ക് വരരുത് എന്ന് ഇസ്രായേൽ പറഞ്ഞു. അതിനുശേഷവും അത് താണ്ടി വന്നു. ആ ഫ്ലോട്ടില്ല എന്ന് പറഞ്ഞ ബോട്ടിനകത്ത് ഗസയ്ക്ക് വേണ്ടിയിട്ടുള്ള ചാരിറ്റി സാധനങ്ങളാണ്. അരി, പൊരി, ശർക്കര, ഉണ്ട ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് അവിടെ വന്നപ്പോൾ ഇസ്രായേൽ ആദ്യം പറഞ്ഞ് ഇത് നിങ്ങൾ അവിടെ വച്ചാൽ മതി, ഞങ്ങൾ വന്ന് എടുത്തോളാമെന്നാണ്. ഒരു എയർപോർട്ടിൽ വച്ചാൽ മതി, ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ല, ഞങ്ങൾക്കിത് ഗസയിൽ നേരിട്ട് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രേറ്റ തുൻബർഗ് അടക്കമുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നത്. ഗ്രേറ്റ തുൻബർഗിനെ നമുക്ക് അറിയാം. അതായത് കർഷക സമരത്തിലൊക്കെ ടൂൾ കിറ്റുമായി ഇന്ത്യയിൽ വന്ന ഒരു സ്ത്രീയാണ് ഗ്രേറ്റ തുൻബർഗ് എന്ന് പറയുന്നത്. ഇപ്പോഴിത് ആ ഗ്രേറ്റ തുൻബർഗിനെ അടക്കം പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇവരുടെ കൂട്ടത്തിൽ ഒരു ഭീകരവാദി ഉണ്ടായിരുന്നു, ഒരു പാകിസ്ഥാൻ ഭീകരവാദി. അതും ആ റിപ്പോർട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്തായാലും ഇപ്പോൾ ഗസയിലെ ഫലസ്തീനികൾക്കുള്ള ദുരിതാശ്വാസ സാമഗ്രികൾ കൊണ്ടുപോകുന്ന ഒരു ഫ്ലോട്ടില്ല കപ്പലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റ തുൻബർഗിനെ കുറിച്ചൊരു വലിയ അവകാശവാദം, ഒരു വലിയ ആരോപണം അവരെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്നിട്ടുണ്ട്. ഗ്രേറ്റ തുൻബർഗിനെ ഇസ്രായേൽ മൃഗത്തെ പോലെയാണ് ഗ്രേറ്റ തുൻബർഗിനോട് പെരുമാറുന്നത് എന്നുള്ളതാണ് ആരോപണം എന്ന് പറയുന്നത്. ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ഹജ്വാനി ഹെൽമിയും വിൻസ്റ്റന്റ് ബീവറുമാണ് ഇത് പറയുന്നത്. ഗ്രേറ്റയെ തള്ളിമാറ്റി ഇസ്രായേൽ പതാകയിൽ ബലമായി പൊതിഞ്ഞതായി അവർ പറഞ്ഞു. ഫ്ലോട്ടില്ലയിൽ നിന്ന് ഏകദേശം 137 ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ നാവികസേന അറസ്റ്റ് ചെയ്തുവെന്ന് നമുക്ക് പറയാം. അപ്പോൾ അവരെ നാട് കടത്താൻ ഒരുങ്ങുകയാണ്. ഗ്രേറ്റ തുൻബർഗിനെ അടിക്കുകയും ഇടിക്കുകയും മുടിയിൽ പിടിച്ച് വലിച്ചഴക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ഇപ്പോൾ ആരോപണം പുറത്തു വരുന്നത്. 36 ആക്ടിവിസ്റ്റുകളെ ഇപ്പോൾ നാട് കടത്തി എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ഇതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട്. ഇതുവരെ 36 ആക്ടിവിസ്റ്റുകളെ നാട് കടത്തി. ഈ ആക്ടിവിസ്റ്റുകൾ ആദ്യം ഇസ്താൻബുൾ വിമാനത്താവളത്തിലെത്തി. US, UAE, അൾജീരിയ, മൊറോക്കോ, ഇറ്റലി, കുവൈറ്റ്, ലിബിയ, മലേഷ്യ, മൗറിറ്റാനിയ, സ്വിറ്റ്സർലാൻഡ്, ടുണീഷ്യ, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാരാണ് ഈ ആക്ടിവിസ്റ്റുകളുടെ വേഷത്തിൽ ഇവിടെ വന്നതെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.